നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ട് PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. എന്തുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ എന്നൊരു വ്യക്തിയെ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റിയിട്ട് മാത്രം ഒരു ക്ലാസ്സായിട്ട് എടുക്കുന്നു എന്ന് ആലോചിച്ചാൽ LGS മുതൽ KS വരെയുള്ള എല്ലാ പരീക്ഷകളിലും സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റിയിട്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനു മുൻപ് ചോദിച്ചിട്ടുണ്ട്. ഇനി ചോദിക്കുന്നതിനുള്ള ചാൻസും എന്താണ്? വളരെ കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമുക്കറിയാം, നാട്ടുരാജ്യ സംയോജനത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര വലുതാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയെ മാറ്റിയെടുക്കുന്നതിന്, ഇന്ത്യ എന്ന് പറയുന്ന ഒരേക രാഷ്ട്രത്തിലേക്ക് മാറുന്നതിന്, നാട്ടുരാജ്യ സംയോജനത്തിന് അദ്ദേഹം എടുത്ത എഫേർട്ട് നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ വലുതാണ്. സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ട് അത്രയും പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അദ്ദേഹത്തെ പറ്റി പറയുമ്പം കണക്ട് ചെയ്ത് ചില ടോപ്പിക്കുകൾ വരുന്നുണ്ട്, അതേപ്പറ്റി കൂടുതൽ പറയാനുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. മറിച്ച് സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖനായിരുന്നു അദ്ദേഹം. പിന്നീട് ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആദ്യ ആഭ്യന്തരമന്ത്രിയുമൊക്കെ ആയിട്ട് മാറിയത് സർദാർ വല്ലഭായ് പട്ടേലാണ് എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. 1875 ഒക്ടോബർ മാസം 31 ഗുജറാത്തിലെ നദിയാദിലാണ് ആര് ജനിച്ചത്? സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചത്. ഇവിടെ ഒക്ടോബർ 31 എന്ന ദിവസത്തിന് ഒരു പ്രാധാന്യമുണ്ട്. സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച ഒക്ടോബർ 31 ദേശീയ ഐക്യദിനം അല്ലെങ്കിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ആചരിക്കുന്നത്. അങ്ങനെ 2014 മുതലാണ് ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കാൻ അല്ലെങ്കിൽ ആഘോഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ച ദിവസമാണ് ഒക്ടോബർ 31. ആ ഒക്ടോബർ 31 നമ്മൾ രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കുന്നത്. 2014 മുതലാണ് ഒക്ടോബർ 31 നമ്മൾ രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. 1918 ഖേഡ സത്യാഗ്രഹത്തിൻ്റെ സ്പിരിച്വൽ ലീഡറായിട്ട് നമ്മൾ മഹാത്മാഗാന്ധിയെ പറയുമ്പോൾ ഈ 1918 ഖേഡ സത്യാഗ്രഹത്തിൻ്റെ നേതാവായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ എന്നുള്ള കാര്യവും കൂടി ഒന്ന് ഓർത്തു വെക്കുക. 1928 ബർദോളി സത്യാഗ്രഹം പട്ടേലിന് സർദാർ എന്ന പദവി നേടിക്കൊടുത്തു. വല്ലഭായ് പട്ടേലിനെ എന്നു മുതലാണ് സർദാർ വല്ലഭായ് പട്ടേലായിട്ട് മാറിയത് എന്ന് ചോദിച്ചാൽ അത് 1928 ബർദോളി സത്യാഗ്രഹത്തിന് ശേഷമാണ്. ഈ ബർദോളി സത്യാഗ്രഹമാണ് പട്ടേലിന് സർദാർ എന്ന പദവി നേടിക്കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ആരാണ് വല്ലഭായ് പട്ടേലിനെ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് വിളിച്ചത്? അത് മഹാത്മാഗാന്ധിയാണ് പട്ടേലിനെ സർദാർ എന്നും കൂടി ചേർത്ത് സർദാർ വല്ലഭായ് പട്ടേലാക്കി മാറ്റിയത്. 1931 കറാച്ചി സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. 1931 നടന്ന കോൺഗ്രസിൻ്റെ കറാച്ചി സെക്ഷനിൽ അദ്ദേഹമായിരുന്നു കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നത്. കറാച്ചി സമ്മേളനത്തിൽ മൗലിക അവകാശ പ്രമേയം പാസ്സാക്കിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 1931 കറാച്ചി സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നത് ആരാ? സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹം ആ സമ്മേളനത്തിലാണ് മൗലിക അവകാശ പ്രമേയം പാസ്സാക്കിയത്. അതുപോലെ തന്നെ നമുക്കറിയാം, നാട്ടുരാജ്യ സംയോജനത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. നമ്മുടെ നാട്ടുരാജ്യ സംയോജനം എന്താണെന്നും ചെറുതായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഡീറ്റെയിലായിട്ട് നാട്ടുരാജ്യ സംയോജനവും അവിടെ VP മേനോൻ്റെ റോളും അതൊക്കെ നമ്മൾ ഡീറ്റെയിലായിട്ട് മറ്റൊരു ക്ലാസ്സിലെടുക്കും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി. ഇനി ഒരിക്കലും ഈ ചോദ്യത്തിന് ഉത്തരം മറക്കരുത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ വാർഷികത്തിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ട് മാറി.
സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ വാർഷികത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ട് മാറിയതാരാ? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ അറിയപ്പെടുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാ? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യയുടെ ബിസ്മാർക്ക്. എനിക്ക് കൃഷി എന്നൊരു സംസ്കാരം മാത്രമേ അറിയൂ എന്ന് പറഞ്ഞതാരാ? സർദാർ വല്ലഭായ് പട്ടേല. എനിക്കൊരു കൾച്ചറേ അറിയൂ, അതാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞത്. എനിക്ക് കൃഷി എന്ന ഒരു സംസ്കാരം മാത്രമേ അറിയൂ എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹം 1950 ഡിസംബർ 15 അന്തരിച്ചത്. 1991 അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം ലഭിച്ചു. എന്നാണ് ലഭിച്ചത്? 1991 സർദാർ വല്ലഭായ് പട്ടേലിന് ഭാരതരത്നം ലഭിച്ചത്. അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമി, സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം, സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ സ്മാരകം, സർദാർ വല്ലഭായ് പട്ടേൽ സ്റ്റേഡിയം, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് അക്കാദമി, സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം, സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ സ്മാരകം, അതുപോലെ സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ സ്റ്റേഡിയം, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. ഐക്യദാർഢ്യത്തിൻ്റെ പ്രതിമ അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അത് ഗുജറാത്തിലാണ്. നമുക്കതറിയാം, റീസെൻ്റ്ലി നമ്മൾ കേട്ടതാണ്. കറണ്ട് അഫെയറിലും അത് കറണ്ട് അഫെയറിൻ്റെ പാർട്ടായിട്ടും നമുക്കതിനെ എടുക്കാം. അപ്പം ഐക്യദാർഢ്യത്തിൻ്റെ പ്രതിമ ഗുജറാത്തിൽ നർമ്മദ നദിയിൽ, അതും കൂടി ഒന്ന് ഓർത്തു വെക്കുക. എന്താണ്? സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് കണക്ട് ചെയ്ത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണിത് അല്ലേ? വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ കണ്ട ചോദ്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഒന്നുകൂടി എടുത്തു പറയുകയാണെങ്കിൽ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്, പക്ഷെ ഒന്നുകൂടി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ, ഐക്യദാർഢ്യത്തിൻ്റെ പ്രതിമ അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിലാണ്, നർമ്മദ നദി. അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത് 91 എനിക്ക് കൃഷി എന്ന ഒരു സംസ്കാരം മാത്രമേ അറിയൂ, എനിക്കൊരു കൾച്ചറേ അറിയൂ, അതാണ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനും സർദാർ വല്ലഭായ് പട്ടേലാണ്. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയായിരുന്നു. പിന്നെന്താണ്? കറാച്ചി സമ്മേളനത്തിൽ 1931 കറാച്ചി സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായതും സർദാർ വല്ലഭായ് പട്ടേലാണ്. ആ സമ്മേളനത്തിലാണ് മൗലികാവകാശ പ്രമേയം പാസ്സാക്കിയതും. അതുപോലെ 2014 മുതൽ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസമാണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ് ഒക്ടോബർ 31. ഒക്ടോബർ 31 എന്താണ്? 2014 മുതൽ എന്താണ്? രാഷ്ട്രീയ ഏകതാ ദിവസമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട് പരീക്ഷയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കാനുള്ളത്. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലുള്ള കഥകൾ വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ നമുക്ക് പരീക്ഷയുടെ ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ഇതിനെ കാണുന്നത് കൊണ്ട് നമ്മളെന്താണ് അത്തരം ഡീറ്റെയിൽ ആയ പോയിന്റിലേക്കൊന്നും പോകുന്നില്ല. മറിച്ച് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ മാത്രമാണ് നോക്കുന്നത്. ഇതുപോലെ നമുക്കെന്താണ് ഇന്ത്യൻ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള മറ്റൊരു വ്യക്തിത്വത്തെ നോക്കാം മറ്റൊരു ക്ലാസ്സിൽ. അപ്പോൾ കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.